മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും. ഒരിക്കൽ കൂടി സ്വാഗതം. വീണ്ടും സ്ട്രിക്കേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ രണ്ടാമത്തെ സീസണിന്റെ ടീമിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. മുമ്പ് കായിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ ഈ ടൈഗേഴ്സ് ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ മത്സരങ്ങൾ നടത്തിയിട്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ട് അവരുടെ കായിക പ്രവർത്തനം നടത്തുകയാണ് മുമ്പ് നമ്മൾ മലയാളിയുടെ റെക്കോർഡ് ചെയ്തത്. ഈ രണ്ടാം സീസണിൽ വീണ്ടും കാലിന്റെ പ്രവർത്തനത്തിന് പല പദ്ധതികളും ചെയ്താണ് ഈ ഒരു 24 ടീമുകളെക്കൊണ്ടുള്ള മത്സരം സെമി ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം 24ഓളം ടീമുകൾ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സെമി ഫൈനൽ അടുത്ത ഫൈനലാണ്. അതിനുശേഷം സമ്മാനങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ വരുന്ന തലമുറ അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ട തലമുറ ഡ്രഗ്സിന് അടിമപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ലഹരിക്കും മറ്റും അടിമപ്പെട്ടിരിക്കുന്നു. അവരുടെ ശാരീരിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ഒരിക്കലും ക്രിക്കറ്റ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതുകൊണ്ട് തന്നെ കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും പല ക്ലബുകളും തയ്യാറാവുന്നുണ്ട്. അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ സ്ട്രിക്കേഴ്സ് ക്രിക്കറ്റ് ക്ലബ് ഈ ഒരു രണ്ടാം സീസൺ രംഗത്ത് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും അതിന്റെ ലൈവിലേക്ക് കുറച്ച് പോകേണ്ടത്, പിന്നെ എന്താണ് ഇവരുടെ കായിക പ്രവർത്തനം, എന്താണ് ഒരു ലക്ഷ്യം എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കേണ്ടതുണ്ട്. നമുക്ക് ലൈവിലേക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് ലൈവിലേക്കും ഇത് യൂട്യൂബിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ കമൻസ് പൊസിഷനിലേക്ക് എല്ലാവരും സോൾവ് ചെയ്യാം. പരുത്തുകുഴി ആയിഷ ഹോസ്പിറ്റൽ സമീപത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. 24ഓളം ടീമുകളാണ് ഇതിൽ മത്സരിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ ആദ്യത്തെ ഉദ്ദേശം തന്നെയാണ് പറഞ്ഞത് ജീവകാരുണ്യ പ്രവർത്തനം. അതായത് സാധുക്കളായിട്ടുള്ള കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികമായി അങ്ങേറ്റം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കഴിഞ്ഞ സീസൺ ഒന്നാം സീസണിൽ 15ഓളം കുടുംബങ്ങളെയാണ് ഞങ്ങളെ സഹായിച്ചത്. കഴിഞ്ഞ സീസൺ ഈ വട്ടം അത് ഒരുപാട് കുറച്ചുകൂടി അധികം ആൾക്കാരെയും കൂടി സഹായിക്കണമെന്നുള്ള ക്യാൻസർ പേഷ്യൻ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയും കൂടി സഹായിക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. അതുപോലെ തന്നെ പുതുതലമുറ ഡ്രഗ്സിന് അടിപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, അവരെ തിരിച്ചു കൊണ്ടുവരണം, നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരണം, അവരെ കായിക ലോകത്തേക്ക് കൊണ്ടുവരണം, കായികത്തിലൂടെ അവരെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ള രീതിയിൽ ഉദ്ദേശവും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടൂർണമെന്റ് വെച്ചത് ഓൾ ഇന്ത്യ ടൂർണമെന്റാണ് വെച്ചത്, ടെന്നീസ് ബോൾ. ഇതിൽ 24ഓളം ടീമുകൾ പങ്കെടുത്തു. ഇപ്പം നിലവിൽ ഹാട്രിക്കും കിങ്സ് ബാങ്കോക്ക് ടീമുമാണ് ഇതിൽ മത്സരം ഇപ്പോൾ സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്ന ടീമുകൾ. കിങ്സ് ബാങ്കോക്കും ഹാട്രിക്ക് ബാറ്റ് ചെയ്യുകയാണ്, കിങ്സ് ബാങ്കോക്ക് ബോൾ ചെയ്യുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖമായിട്ടുള്ള 2 ടീമുകളാണ്. ഇപ്പോൾ ഒരു സൈഡിലെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന സംഘാടക സമിതി ടീമുകളാണ്. അപ്പോൾ ഇതിൽ ഫൈനൽ ആര് വരുമെന്നാണ് ഒരു പ്രതീക്ഷ? കളിയാണ്, ഏത് സമയവും മാറി മറിയാം. ക്രിക്കറ്റാണ്, ഏത് നിമിഷവും ഓരോ ബോളും കളികൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ എന്താണ് അവസ്ഥയും നമുക്ക് കാണാൻ പറ്റും, കാത്തിരുന്ന് തന്നെ കാണാം. കഴിഞ്ഞ വട്ടത്തേക്കാളും ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ ടൂർണമെന്റ് നടത്തുന്നു. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്തും ഈ ചെറുപ്പക്കാർ ഇതിലേക്ക് വേണ്ടിയിട്ട് മറ്റുള്ള മയക്കുമരുന്നിനും മറ്റേ ഡ്രഗിനൊന്നും അഡിക്റ്റ് ആവാതെ ഈ ഒരു ക്രിക്കറ്റിൽ കായികം, അതായത് ആരോഗ്യം നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു ഗെയിമിലേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. അതുപോലെ നല്ല ഒരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഏറ്റവും നല്ല ഒരു ടൂർണമെന്റാണ് നടക്കുന്നത്. തിരുവനന്തപുരം സിറ്റിക്കകത്തല്ല, കേരളത്തിനകത്തുള്ള ഏകദേശം നല്ല പ്ലേയേഴ്സൊക്കെ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതുപോലുള്ള കളികൾ മാക്സിമം കൊണ്ടുവരിക എന്നാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക തലമുറ എന്ന് പറയുന്നത് കഞ്ചാവും ബ്രൗണും ലഹരി അതിലോട്ട് കടന്നുപോയി. അതുപോലെ ഈ ഓരോ ഗെയിം മരണത്തിലോട്ട് കടക്കുന്ന ഗെയിമുകളും വീട്ടിലിരുന്ന് മൊബൈലിൽ കളിക്കുന്ന ഗെയിമുകളൊക്കെ അങ്ങ് കടന്നുപോയി. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഒരു നല്ലൊരു പ്രചോദനമാണ് ഇപ്പോഴത്തെ യുവ തലമുറയ്ക്ക് കൊടുക്കാനുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കണം ഇപ്പോൾ എല്ലാ കേരളത്തിലുള്ള ഏകദേശം പ്രോത്സാഹനം ആ രീതിയിലാണ്. നമുക്ക് തന്നെ പ്രത്യേക രീതിയിലുള്ള ഭീമാപള്ളിയിൽ നമ്മളെ ടീമുണ്ട്, BCA ഭീമാപള്ളി, നമ്മളൊരു സംഘടന നടത്തുന്നുണ്ട്. നമ്മളും ഇപ്പോൾ ഒരു ടൂർണമെന്റ് നടത്തിയതാണ്. അതിലൊക്കെ നമ്മൾ ഈ നമ്മളെ കണ്ടന്റ് യുവാക്കളെ കൊണ്ടുവരിക, നമ്മളെ കണ്ടന്റ് ലഹരി മുക്ത കേരളം എന്നുള്ളതാണ് നമ്മളെ കണ്ടന്റുമായിരുന്നത്. വിജയം കാണട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാച്ച് കാണുമ്പോൾ നല്ല ഉണർവ് തോന്നുന്നു. കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ മേഖലകളിലൊന്നും ഈ ഓപ്പൺ ടൂർണമെന്റ് കാണാൻ കിട്ടുന്നില്ല. മെയിനായിട്ട് ടർഫിൽ രാത്രി ഉള്ള കളികളാണ് രാത്രി പുറത്ത് വന്നത്. അതുകൊണ്ട്
ഓപ്പൺ ടർഫിൽ കളിച്ചാൽ മാത്രമേ കുട്ടികൾ വളരുള്ളൂ. കുട്ടികളെങ്ങനെ കരാട്ടെ ഇത് കളരി ക്രിക്കറ്റ് പഠിപ്പിക്കുന്നുണ്ടോ? ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അവർ നമ്മളോട് കളിക്കാൻ വരുമ്പോൾ കളിക്കുന്നുണ്ട്, ബോളിംഗ് ചെയ്യുന്നുണ്ട്, ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലും അത്ലറ്റിക്സും സ്പോർട്സ് എല്ലാത്തിനും ഒരു മുൻപന്തിയിലാണ്. ഉണ്ട്. എങ്ങനെയുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ ക്രിക്കറ്റ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ? ആ, എങ്ങനെ മാച്ചിലൊക്കെ പങ്കെടുത്തോ? ആരാ ഇപ്പോഴത്തെ ടീമിൽ, നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇന്ത്യ തന്നെ. ഇന്ത്യയിൽ ആരാണ്? രോഹിത്. ഓക്കെ, എന്താ മോന്റെ പേര്? ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു താരം? ആര്? റൊണാൾഡോയോ? ടൂർണമെന്റ് വളരെ കുറവാണ്. ടർഫിലാണ് കളി വരുന്നത്. ഗ്രൗണ്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. ഔട്ട്ഡോർ കളികൾ കുറവാണ്. ഇതേപോലത്തെ കളികൾ വയ്ക്കുന്ന നല്ല ടീമുകൾ നല്ലതായിരിക്കും. അത് യുവാക്കൾക്കും കൂടുതൽ പ്രോത്സാഹനമാവും. ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ രണ്ടാമത്തെ വർഷം ആണ് ചാരിറ്റിയുടെ പ്രവർത്തനമായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഭയങ്കര സക്സസ് ആയിരുന്നു. രണ്ടാമത്തെ തവണ ഇപ്പം ഏകദേശം അവസാനത്തോടെ അടുത്തിരിക്കുകയാണ്. ഇനി ഫൈനലിലൂടെ നടക്കാനാണ്. ഏകദേശം ഇതുവരെ സക്സസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സീനിയറിൽ ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരായാലും വെളിയിൽ നിന്ന ടീം മെമ്പേഴ്സ് ആയാലും ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം സക്സസ് ആയതുകൊണ്ട് അടുത്ത വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷം നടത്താനാണ് തീരുമാനിച്ചത്. ഇപ്പോഴും പരാതി വരുന്നത് സംഭവം ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ള പരാതിയാണ്. പലപ്പോഴും ടർഫിനെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. എങ്ങനെയാണ് സർക്കാരിനോട് എന്താണ് നമുക്കൊന്ന് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒരു ഗ്രൗണ്ട് ഇല്ലാതപ്പോൾ തലമുറ അല്ലെങ്കിൽ കഴിവുള്ളവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെ കാണുന്നുണ്ട്? ഇപ്പോൾ ഗ്രൗണ്ട് ഇല്ലാത്തത് ഇപ്പം നമുക്ക് മാത്രമല്ല, ഏകദേശം ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമാണ്. സിറ്റിക്കകത്ത് ഗ്രൗണ്ടുകൾ ഭയങ്കരമായിട്ട് കുറവാണ്. അതുകൊണ്ടാണ് എല്ലാവരും കളിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളെ ഗ്രൗണ്ട് കിട്ടിയത് വളരെ നമുക്കൊരു ഭാഗ്യം. ഉടനെ വേറെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ പ്രവർത്തനമൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അതിലപ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. തീർച്ചയായും കളിച്ചു കൊണ്ടുള്ള ഗ്രൗണ്ടാണ്. അതുകൊണ്ട് ഇത് പോയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറൊരു ഗ്രൗണ്ട് ഇനിയിപ്പോൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ സർക്കാർ എന്നാലും കനിയേണ്ടതുണ്ട്. എന്തെങ്കിലും സഹായം ചെയ്തു തന്നാൽ നമുക്ക് ഉപകാരം. പക്ഷേ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ. ഓക്കെ, താങ്ക് യു. കപ്പ് സെക്കൻഡ് പ്രോത്സാഹന സമ്മാനങ്ങൾ ഇതൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ സമാപനത്തിൽ അവാർഡ് ദാനം നടത്താൻ വേണ്ടി വാർഡ് കൗൺസിലർ സലീം, അതോടൊപ്പം തന്നെ മേയർ എത്തുമെന്നാണ്. വരുന്ന തലമുറ അവര് ഒരു ലഹരി മുക്തമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ഇതേപോലെ ഒരു ആക്ടിവിറ്റി ഉണ്ടാകണം. പക്ഷേ ഒരു ഗ്രൗണ്ടിന്റെ അപര്യാപ്തതയാണ് ഇവിടെ പ്രശ്നം. ഗ്രൗണ്ട് ഇല്ലാത്ത കാരണം ടർഫുകളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നവീൻ, എങ്ങനെയാണ് എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്? എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഈ ഒരു മത്സരത്തെ എങ്ങനെ കാണുന്നുണ്ട്? അടിപൊളിയാണ്. കഴിഞ്ഞ വർഷം ഞാനത് കമന്റ് ചെയ്തത്. അപ്പോൾ ഈ കൊല്ലം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രയാസം അനുഭവിക്കുന്നത് ഇതേപോലെ ഗ്രൗണ്ടുകളുടെ ഒരു അപര്യാപ്തതയാണ്. അതിന് സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? എന്താ പറയുക, ഇപ്പം സർക്കാർ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് എല്ലാവരും ഒന്ന് ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു യുവത്വത്തെ നമുക്ക് കായിക ശേഷിയുള്ള ആളുകളെ വാർത്തെടുക്കാൻ സാധിക്കും. യെസ്, ഓക്കെ. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളൊരു പ്രശ്നം വളരെ പ്രയാസകരമാണ്. ഇതേപോലെയുള്ള ഗ്രൗണ്ടുകളാണ് ഇപ്പോൾ ഇവർ കാശ് കൊടുത്ത് വൃത്തിയാക്കുന്നത്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും പാർട്ട് 2. നേരത്തെ മലയാള ജനതാ ന്യൂസിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തത് MM കരാട്ടെ എന്ന ഞങ്ങളുടെ കരാട്ടെ ചാനലിലായിപ്പോയി. എന്നാൽ അത് പിന്നീട് നമുക്ക് ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും അപ്ലോഡ് ചെയ്യാം. എന്നാൽ ഇപ്പോൾ ഇത് ഫൈനലിലാണ് എത്തിയിട്ടുള്ളത്. സ്ട്രൈക്കേഴ്സ് ടീമാണ് ഇപ്പോൾ ഫൈനലിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബാഗേഴ്സ് ടീമും രണ്ടുപേരാണ് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ഇതിന്ന് കിട്ടുന്ന ക്യാഷ് കാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്നാണ് നേരത്തെ ആ ലൈവിലൂടെ ഇതിലെ സംഘാടക സമിതി നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഈ ഒരു ലൈവ് ഒന്ന് നമുക്ക് കാണാം. കുറച്ച് സമയം ലൈറ്റിംഗ് പോകുന്നത് വരെ ഫൈനലാണ്. ഏതാണ്ട് 30 ബോളിൽ നിന്ന് 90 റൺസാണ് എടുക്കേണ്ടത് സ്ട്രൈക്കേഴ്സിന്. ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്ന സ്ട്രൈക്കേഴ്സാണ് ഇതിലെ സംഘാടക സമിതി. എന്നാൽ അതിൻ്റെ ലൈവിലേക്ക് പോകാൻ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. എന്നാലും യുവതലമുറ ലഹരിക്കടിമോട്ട് പോകാതിരിക്കാൻ എന്നാൽ ഇതേപോലെ ആക്ടിവിറ്റി കരാട്ടെ പോലെ മറ്റുള്ള ആക്ടിവിറ്റി പോലെ ക്രിക്കറ്റും എന്തുകൊണ്ടും നന്മയാണ്. എന്നാൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മത്സരം 24 ടീമുകളാണ് മത്സരിച്ചത്. എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായ ഒരു വിവരം നേരത്തെ മലയാള ജനതാ ന്യൂസിൻ്റെ ലൈവിൽ ടെലികാസ്റ്റ് ചെയ്തു. എന്നാൽ നമുക്കതിൻ്റെ ലൈവ് ഒന്ന് 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന കളിയാണ് ഇതിൻ്റെ പര്യവസാനം ഇപ്പോൾ ഈ ഫൈനലോടുകൂടി കുറിക്കുന്നത്. ആരാണ് ചാമ്പ്യന്മാരാകുന്നത് നമുക്ക് കണ്ടറിയാം. ഫുട്ബോൾ നിറഞ്ഞ സാന്നിധ്യമാണ് ഇവിടെ കാണികളുള്ളത്. ഓ 6 ഫിനാലെ മത്സരത്തിൽ ടീം സ്ട്രൈക്കേഴ്സ്
5 ഓവറിനാണ് ഈ ഒരു ഫൈനൽ കളി നടക്കുന്നത്. 5-30 ബോളിൽ നിന്നും 90 റൺസാണ് സ്ട്രൈക്കേഴ്സിന് കണ്ടെത്തേണ്ടത്. ഓ 6. ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് സ്ട്രൈക്കേഴ്സ് ടീം. ശ്വാസം പിടിച്ച് വിടാതെ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ സ്ട്രൈക്കേഴ്സിൻ്റെ ഒരു അവസ്ഥ. ഓ 6. ഗുഡ്. Oh, ball. കസ്റ്റമർ വന്നു ഫോട്ടോസും വീഡിയോസും എടുക്കാൻ. Oh, that's a big one from Siddhi. And congratulations, champions of Psychics Cup Season 2, Kings Bangkok and runners of Team Psychics. Congratulations, team Kings Bangkok and Team Psychics CC. അവസാന ഫൈനലിൽ ഇതിന്റെ സംഘാടക സമിതിയായ സ്ട്രൈക്കേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ്. റെല്ലി ഫൈനലിൽ നമ്മുടെ പൊതുപ്രവർത്തനം കൂടിയായ അനസ് എം എ നമ്മളോട് എത്തിയിട്ടുണ്ട്. നേരത്തെ ലൈവിന് അനസ്, എങ്ങനെയാണ് ഇപ്പോൾ കാരണം ഒരു യുവതലമുറ ഇപ്പോൾ ഈ ലഹരിക്കടിമപ്പെട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് സ്ട്രൈക്കേഴ്സിനെ പോലുള്ള ടീം ഇങ്ങനെ ഒരു മത്സരം നടത്തുകയും അതിൽ നിന്നുള്ളത് കാരുണ്യ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്, എങ്ങനെയാണ് യുവാക്കൾ ഈ പരിശ്രമത്തെ കാണുന്നത്? ഈ അലക്ഷ്യമായ ഒരു സമൂഹത്തെ, യുവസമൂഹത്തെ എന്തിൻ്റെ പേരിലായാലും സ്പോർട്സിൻ്റെ പേരിലായാലും ആർട്സിൻ്റെ പേരിലും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വം. സ്ട്രൈക്കേഴ്സ് എനിക്ക് തോന്നുന്ന കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെയൊക്കെ ഒരുമിച്ചിരുത്തി അവരുടെ അഭിരുചി അനുസരിച്ച് ഇത്രയും നല്ല ഒരു ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു സ്ട്രൈക്കേഴ്സിനാണെന്ന് തോന്നുന്നത്. കാരണം സമീപകാലങ്ങളിൽ കുറേ ടൂർണമെൻ്റൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പിള്ളേരൊക്കെ ഈ പുതിയ തലമുറ വിദ്യാർത്ഥികളായാലും കൗമാരക്കാരായാലും യൗവനക്കാരായാലും എല്ലാവരും ഒരുമിച്ച് നിർത്തിയുള്ള ഒരു ക്രൗഡ് സ്ട്രൈക്കേഴ്സിൻ്റെ ഈ ആൾ ഇന്ത്യ ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ്. ഇന്ന് രാവിലെ മുതൽ വളരെ ആത്മാർത്ഥമായി ഇതിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും പുറമേയുള്ള നല്ല ചെറുപ്പക്കാരുടെ ഒരു വലിയ കൂട്ടായ്മ, വലിയ എനർജിക്കാണ് ഞങ്ങളെപ്പോലെ പൊതുപ്രവർത്തകർക്ക് ഇതുവഴി കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ കിട്ടുന്ന കാശുകൊണ്ട് കാരണ പ്രവർത്തനം ഉപയോഗിക്കുന്നു പറയുമ്പോൾ അത് പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എങ്ങനെ കാണുന്നുണ്ട്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടാണ് ഈ സ്ട്രൈക്കേഴ്സ് പോലുള്ള ചെറുപ്പക്കാർ. ഒരു ലക്ഷ്യവുമില്ല. ഞങ്ങളൊക്കെ ഇപ്പോൾ പൊതുപ്രവർത്തകരാണ്, രാഷ്ട്രീയക്കാരാണ്, പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാവും. പക്ഷെ ഇവർക്കൊരു നല്ല ഉത്തരവാദിത്വവും പാവങ്ങളെ അല്ലെങ്കിൽ നാട്ടിൽ കഷ്ടപ്പെടുന്നവരുടെ ഒരു കൈത്താങ് എന്നാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത് വലിയ അഭിനന്ദനമാണ്, സ്വാഗതമാണ്. നമ്മളൊക്കെ ശരിക്കും അവരിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ഒരുപാട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് നമുക്ക് എന്നാലും ഇതിൽ പരാജയപ്പെട്ടവരുമുണ്ട്, അതോടൊപ്പം തന്നെ വിജയികളായവരുണ്ട്. അവർക്കുള്ള വിജയം എന്തായാലും ആഹ്ലാദിക്കുകയാണ്. അതിന് നമുക്ക് കൊടുക്കാം. എങ്ങനെയാണ് സ്ട്രൈക്കേഴ്സ് ടീം ഈ ഒരു മത്സരത്തെ അവസാന ഫൈനലിൽ പോയ ഒരു അഭിപ്രായം പറയാം, എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു? ഇതുവരെ കളിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് കളിയാണ് സ്ട്രൈക്കേഴ്സ് കളിച്ചത്. ഫൈനലിലായപ്പോൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നോക്കും. യെസ്, ഓക്കെ. എന്തായാലും ഈ ഒരു തോൽവി ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകില്ല. എങ്ങനെയാണ്? കാരണം ഒരു 30 ബോളിൽ നിന്നും ഒരു 90 റൺസ് എന്നുള്ളൊരു സെക്കൻഡ് ബാറ്റിംഗിൽ കുറച്ച് ടഫാണ് അടിക്കാൻ വേണ്ടിയിട്ട്. ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഒരു സെലക്ഷനും പിന്നെ അതുപോലെ തന്നെ ഇരുട്ടും അറിയാമല്ലോ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തോറ്റുപോയി. ഓക്കെ, എന്ന് തന്നെ പറയാം. അടുത്ത സീസണിൽ എന്തായാലും നമ്മൾ തിരിച്ചു പിടിക്കും. തിരിച്ച് ഈ കപ്പ് കൊണ്ടേ നമ്മൾ പോകും. ഓക്കെ, അബുദാബി. യെസ്, ഓക്കെ. എങ്ങനെയാണ് അബുദാബിയിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി എത്തിയാണോ? ഓക്കെ, എങ്ങനെ കാണുന്നുണ്ട്? കാരണം അവസാനം ഫൈനലിൽ വന്നു,
ജസ്റ്റ് പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് ഒരു 30 ബോളിൽ നിന്ന് 90 റണ്ണ് എന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രയാസകരമായതാണ്. സത്യത്തിൽ അത് ആദ്യം കേട്ടപ്പോൾ തന്നെ എങ്ങനെ തോന്നി? പരാജയപ്പെട്ടെന്ന് പറയാൻ 24 ടീമിൽ നമ്മൾ ഫൈനൽ വരെ എത്തി, അതിന് വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ സിറ്റുവേഷൻസ് ലൈറ്റ് ഇല്ല, പിന്നെ കുഴപ്പമില്ല, നല്ല കളി കളിച്ചു. നെക്സ്റ്റ് ടൈം വീണ്ടും വേണം. എന്നാൽ ഇതിലൂടെ കിട്ടുന്ന ഈ ഒരു എന്താണ് സമ്മാനത്തുകയും മറ്റുമൊക്കെ പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പറയുമ്പോൾ എങ്ങനെ തോന്നുന്നു? ചാരിറ്റിക്ക് നമ്മൾ മെയിനായിട്ട് ചാരിറ്റിക്ക് ചെയ്യുന്നത്, മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇങ്ങനെയാണ്, കാരണം ഫൈനൽ വരെ എത്തി അവസാനം പരാജയപ്പെട്ടപ്പോൾ എന്ത് ഫീലിംഗ് ആണ് സത്യത്തിൽ തോന്നുന്നത്? നമ്മൾ സീസൺ 2 ആണ് നമ്മളെ സ്ട്രൈക്കേഴ്സിന്റെ സീസൺ. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ജയിക്കുമെന്ന്, പക്ഷെ ഞങ്ങൾ നല്ല രീതിയിൽ പൊരുതി. തോൽവി ജയം അത് കളിയിലുള്ളതാണ്, അതുകൊണ്ട് നമുക്കിതിൽ പ്രശ്നമില്ല. നമ്മുടെ ഈ ടൂർണമെന്റ് ഏറ്റവും ഭംഗിയായിട്ട് നമുക്കത് പൂർത്തിയാക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഇത് നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇനിയും ഇത് ഉണ്ടാവും, സീസൺ 3ലേക്ക് പോവും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം, നാട്ടുകാരും ഒരുപാട്. പ്രത്യേകിച്ച് സർക്കാരിനോട് ഇപ്പോൾ ഈ ഗ്രൗണ്ടിന്റെ അപര്യാപ്തത പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഗ്രൗണ്ട് ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഏകദേശം 40,000 രൂപയോളം മുടക്കിയാണ് നിങ്ങളിത് ക്ലീൻ ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം ഇത് ഉണ്ടാവുമെന്ന് അറിയില്ല. എങ്കിൽ അത് ഒരു സർക്കാരിനോട് എന്താണ് ബോധിപ്പിക്കാനാണ്? എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളിത് മുമ്പിലോട്ട് കൊണ്ടുപോകും. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ചെറുപ്പക്കാർ പയ്യന്മാർ ഒരുപാട് പേരും MDMAക്കും കഞ്ചാവിനും ബ്രൗൺ ഷുഗറിനും അടിമയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതുപോലെ കളിക്കാൻ കളിസ്ഥലങ്ങളില്ല. ടർഫുകളിലാണെങ്കിൽ അമിതമായ ചാർജുകൾ കാരണം ടർഫിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നില്ല. അതെല്ലാം കൊണ്ടും ഇതുപോലൊരു കളിസ്ഥലം നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ അടുത്ത നമ്മളെ തലമുറകൾ കളിക്കണം ഇവിടെ, അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. ഓക്കെ, വീണ്ടും എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഇത് മുമ്പിലോട്ട് പോകും. ഓക്കെ, താങ്ക് യു. എന്നാൽ നമുക്ക് അറ്റ്ലസ് ടീം, അതാണ് ടീം ജയിച്ചവരുടെ പേര്. ഒരു മിന്നുന്ന പ്രകടനം കാഴ്ച സിക്സറുകളുടെ ബഹളമായിരുന്നു. എങ്ങനെയാണ് ഫൈനലിൽ ഇപ്പോൾ വിജയിച്ചപ്പോൾ എന്ത് തോന്നുന്നുണ്ട്? കാണുന്ന മലയാള ജനതാ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് യുവാക്കളോട് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനലി ഓപ്പോസിറ്റ് ടീം ഇവിടുത്തെ ഹോം ടീം കൂടെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഈസി മാച്ച് ഒന്നും അല്ലായിരുന്നു. നല്ല അതിനെക്കാട്ടി നല്ലൊരു ടൂർണമെന്റ് ആയിരുന്നു. സംഘാടനം ഓക്കെ ആയിരുന്നു, വളരെ നല്ലൊരു ടൂർണമെന്റ്. എങ്ങനെയാണ് ഇതിൽ കാണാം, പ്രത്യേകിച്ച് ഈ ഒരു സ്ട്രൈക്കേഴ്സ് ഇതിലെ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനെ എങ്ങനെ കാണുന്നുണ്ട് സത്യത്തിൽ? അല്ല, അത് ചാരിറ്റി പ്രവർത്തനം ഇതുപോലെ ഇഷ്ടംപോലെ ടൂർണമെന്റ് നടന്നിട്ടുണ്ട്. അതേപോലെ ഇതിൽ ഇവര് നല്ലൊരു എന്താ പറയാ, നല്ല സംരംഭം തന്നെ എല്ലാവരും ചെയ്ത് പാവപ്പെട്ടവരെ സഹായിക്കണതായിട്ട്. ഇപ്പം വേറെ പറയില്ല, നല്ലൊരു ടൂർണമെന്റ് ആയിരുന്നു. എങ്ങനെയാണ് കാരണം 30 ബോളിൽ നിന്ന് 90 റൺസ് എന്ന് പറയുന്നത് വലിയൊരു ആവേശകരമായ ഒരു മത്സരം തന്നെയാണ്. അത്രയും കിട്ടിയപ്പോൾ ആദ്യം തന്നെ വിജയം ഉറപ്പിച്ചോ? അങ്ങനെയൊന്നും ഉറപ്പിച്ചില്ല. ഹോം ടീം കൂടെ ആയിട്ട് നമുക്ക് പ്രഷർ മാച്ച് തന്നെയായിരുന്നു. പിന്നെ അതുപോലെ നമ്മളെ ടീമിലെ വിശാഖ് നന്നായിട്ട് പെർഫോമൻസ്, നല്ല കളിച്ചു. ഓക്കെ, നന്നായി കളിച്ചു. ഓക്കെ, താങ്ക് യു. വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്, ലൈറ്റും പോയിട്ടുണ്ട്. എന്നാലും വിജയിച്ച ടീമിനെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ സ്ട്രൈക്കേഴ്സ് ടീമും അവർ പ്രത്യേക ഈ കാരണ പ്രവർത്തനമായി രംഗത്ത് വരുമ്പോൾ തീർച്ചയായും ഇത് ശ്ലാഘനീയമാണ്. വരുന്ന തലമുറ ലഹരിക്കടിമപ്പെട്ട് തീവ്രവാദത്തിൽ അടിപ്പെട്ട് പോകാതിരിക്കാൻ ഇതേപോലെ നാടിന് ഉപകാരമുണ്ടാക്കുന്ന യങ്ങേഴ്സായി കരുത്തുള്ള ഒരു യുവാക്കളായി മാറട്ടെ എന്ന് നമുക്ക് എന്തായാലും ആശിക്കാം. എന്തായാലും ഈ ലൈവ് ഇപ്പോൾ മലയാള ജനതാ ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. നേരത്തെ ഇതിന്റെ ഫസ്റ്റ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ അത് MM കരാട്ട് എന്ന സെൽഫ് ഡിഫൻസ് ചാനലിലാണ് പോയത്. അത് പിന്നീട് നമുക്ക് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യാം. എന്തായാലും വിജയികൾക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കണം. പ്രത്യേകിച്ച് ഈ പരിപാടി നടത്തിയ സ്ട്രൈക്കേഴ്സിന് പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ ഒരു ലൈവ് വൈൻഡപ്പ് ചെയ്യാം. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസുകൾ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുക.